പ്രൈസ് ഗാഡ്. എല്ലാവർക്കും വന്ദനം. ഉൽപ്പത്തി പുസ്തകം നാം പഠിക്കുമ്പോൾ അബ്രഹാം ദേശത്തെ ക്ഷാമമുള്ള കാലം താൻ മിസ്രൈമിലേക്ക് പോയി. മിസ്രൈമിൽ താൻ അഭയം പ്രാപിച്ചു. അബ്രഹാം എന്ന മനുഷ്യനെയും തൻ്റെ വലിയ കുടുംബത്തെയും മിസ്രൈമ്യർ സംരക്ഷിച്ചു. താൻ വീണ്ടും തൻ്റെ ദേശത്തേക്ക് മടങ്ങി വന്നു. പിന്നീട് അബ്രഹാമിൻ്റെ കാലം കഴിഞ്ഞു. ഇസഹാക്കിൻ്റെ കാലം, യാക്കോബിൻ്റെ കാലം, യോസഫിൻ്റെ കാലം. യോസഫിൻ്റെ കാലം എത്തിയപ്പോൾ 20 വെള്ളിക്കാശിനെ യോസഫിനെ സഹോദരന്മാർ മിസ്രൈമിലേക്ക് വിറ്റുകളയുകയാണ്. മിസ്രൈമിൽ ചെന്ന യോസഫ് അവിടെ രാജാവിൻ്റെ സ്വപ്നത്തെ വ്യാഖ്യാനിക്കുകയും താൻ ആ ദേശത്ത് മന്ത്രിയുടെ പദവിയിലേക്ക് വരികയും ചെയ്തു. ആ ദേശം മുഴുവൻ വെളിപ്പെടാനുള്ള വലിയ ക്ഷാമത്തെ പരിഹരിക്കേണ്ടതിന് യോസഫ് പറഞ്ഞുകൊടുത്ത ആ നല്ല വശത്തിലൂടെയാണ് അവർ യാത്ര ചെയ്തത്. അതുകൊണ്ട് തന്നെ ദേശത്തെ ക്ഷാമത്തിന് പരിഹാരമുണ്ടായി. ദൂത് പറയാം. അബ്രഹാം എന്നൊരു മനുഷ്യനെ മിസ്രൈമ്യർ സംരക്ഷിച്ചു പിടിച്ചപ്പോൾ ഒരു രാജ്യം മുഴുവൻ അബ്രഹാമിൻ്റെ കൊച്ചുമകനെ കൊണ്ട് സംരക്ഷിച്ചവനെയാണ് ഞാൻ നിങ്ങൾ സേവിക്കുന്നത്. വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും മറന്നുകളയാൻ അനീതിയുള്ളവനല്ല ദൈവം. ഇന്നില്ലെങ്കിൽ നാളെ നാം ചെയ്തതിനൊത്തവണ്ണം സർവശക്തിയുള്ള ദൈവം നമ്മയും അനുഗ്രഹിക്കും. വചനങ്ങൾ കൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഐ ബ്ലെസ് യു ഇൻ ജീസസ് മൈറ്റി നെയിം. ആമേൻ.